ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. 2 മാസത്തെ ഇടവേളയ്ക്കു ശേഷം മലയാളത്തിലെ മെഗാസ്റ്റാർ മമ്മൂട്ടി തിരികെ എത്തുകയാണ്. മമ്മൂട്ടി ആരാധകർ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടി റമദാൻ മാസം മുതൽ റെസ്റ്റിലായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ചെന്നൈയിൽ നിന്നും കേരളത്തിലേക്ക് തിരിക്കുകയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ഒക്കെ അണിനിരക്കുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ മമ്മൂട്ടി ഉടനെ ജോയിൻ ചെയ്യും. ഈ വീക്കിൽ അദ്ദേഹം ചിത്രത്തിന്റെ ലൊക്കേഷനിൽ എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ അടുത്ത മാസം പകുതിയോടുകൂടിയാണ് മഹേഷ് നാരായണൻ ചിത്രത്തിൽ മമ്മൂട്ടി ജോയിൻ ചെയ്യുക. ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. കുഞ്ചാക്കോ ബോബന്റെ ഭാഗങ്ങളാണ് ചിത്രത്തിൽ ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിക്ക് ഇനി ഏകദേശം 1 മാസത്തോളം ഈ ചിത്രത്തിൽ ഷൂട്ടിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത ചിത്രത്തിലേക്ക് കടക്കും. നിധി സഹദേവ് ഒരുക്കുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി ജോയിൻ ചെയ്യുക. ഇതൊരു ബിഗ് ബജറ്റ് മാസ് ആക്ഷൻ കോമഡി ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. കൊച്ചിയിലാണ് പ്രധാന ലൊക്കേഷനെങ്കിലും ഇപ്പോൾ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഹണ്ട് പുരോഗമിക്കുകയാണ്. അതിർത്തിയോട് ചേർന്ന ഭാഗങ്ങളിലാണ് ഇപ്പോൾ ഷൂട്ടിംഗ് ഹണ്ട് പുരോഗമിക്കുന്നത്. ബിഗ് ബജറ്റിൽ ആയതുകൊണ്ട് തന്നെ മമ്മൂട്ടി ആരാധകർ വൻ പ്രതീക്ഷയിലാണ്. ഏകദേശം 3 മാസത്തോളം മമ്മൂട്ടി ഈ ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതിനിടയിൽ ഏതെങ്കിലും ഒരു ചിത്രം അണിയറയിൽ ഒരുങ്ങുമോ എന്ന് സർപ്രൈസ് ആയിരിക്കും. എന്തായാലും മികച്ച ഒട്ടനവധി ചിത്രങ്ങളാണ് ലൈനപ്പിലുള്ളത്. അതിനിടയിൽ മമ്മൂട്ടിയും അമൽനീരദും ദുൽഖർ സൽമാനും ഒരുമിക്കുന്ന ഒരു ചിത്രവും നടക്കുന്നുണ്ട്. അതിന്റെ ഒഫീഷ്യലായുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ നിധി സഹദേവിന്റെ സംവിധാന ചിത്രത്തിന് മുന്നേ അമൽനീരദും മമ്മൂട്ടിയും ദുൽഖറും ഒന്നിക്കുന്ന ചിത്രം ഉണ്ടായേക്കാം. അടുത്ത മാസം പകുതിയോടെ മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൽ ജോയിൻ ചെയ്താൽ പിന്നീട് 1 മാസത്തോളം ആ ചിത്രത്തിലായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും 1.5 മാസത്തോളം ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഒരുപക്ഷെ മമ്മൂട്ടി അമൽനീരദ് ദുൽഖർ സൽമാൻ ചിത്രം സംഭവിച്ചേക്കാം. പിന്നീടുള്ളത് മമ്മൂട്ടിയുടെ ബിലാൽ എന്ന ചിത്രമാണ്. ഈ വർഷ അവസാനം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 2 ചിത്രത്തിന്റെയും പ്രഖ്യാപനത്തിനായി മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുകയാണ്. അതിൽ ആകാംക്ഷയോടെയുള്ളത് ബിലാലിന്റെ തന്നെയാണ്. ബിലാൽ ഈ വർഷം സംഭവിക്കുമെന്ന് തന്നെയാണ് അണിയറയിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിനു മുന്നേ ഒരു ട്രയൽ എന്നോണം വേണം മമ്മൂട്ടിയും അമൽനീരദും ദുൽഖറും ഒന്നിക്കുന്ന ചിത്രം ഒരുക്കുന്നത്. ഒരു പക്ഷേ ബിലാലിനോളം തന്നെ പ്രാധാന്യമുണ്ടാകും ദുൽഖറും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിന്. ബിലാൽ എന്ന ചിത്രം പ്രഖ്യാപിക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഹൈപ്പുള്ള മൂവിയായി ബിലാൽ മാറും. എമ്പുരാനേക്കാളും എത്രയോ മടങ്ങ് ഹൈപ്പിലായിരിക്കും ബിലാൽ വരിക എന്നത് ഉറപ്പാണ്. ഒരു പ്രഖ്യാപനവുമില്ലാതെ ബിലാലിന് വേണ്ടി കാത്തിരിക്കുകയാണ് മലയാള സിനിമാ ലോകം ഒന്നടങ്കം എന്ന് പറയാം. മമ്മൂട്ടി ആരാധകർ മാത്രമല്ല, ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ തന്നെ 1 ലക്ഷത്തിന് മുകളിൽ ഇൻട്രസ്റ്റ് ആണ് ഈ ചിത്രത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് തന്നെ ഒരു ഉദാഹരണമാണ്. ചിത്രം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. വർഷങ്ങൾക്ക് മുന്നേ ചിത്രത്തിന്റെ ഒരു പോസ്റ്റർ അമൽനീരദ് പങ്കുവച്ചപ്പോൾ ഒട്ടനവധി സിനിമാ താരങ്ങളാണ് അത് ഷെയർ ചെയ്ത് ആഘോഷിച്ചത്. പക്ഷേ കോവിഡ് കാരണം അന്നത് നടന്നില്ല. എന്നാൽ ഈ ചിത്രം 2025 സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അടുത്തതായി വരുന്നത് മമ്മൂട്ടിയും അൻവർ റഷീദും ഒരുമിക്കുന്ന ചിത്രമാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഇരുവരും വീണ്ടും ഒന്നിക്കുമ്പോൾ മലയാളത്തിൽ മറ്റൊരു മെഗാ ഹിറ്റ് സംഭവിക്കുമെന്നത് നമുക്ക് ഉറപ്പിക്കാം. ഇവരെ കൂടാതെ യുവ സംവിധായകർക്കും മമ്മൂക്ക ഡേറ്റ് നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അവരാരൊക്കെയാണെന്നുള്ള ഒരു വിവരവും പുറത്തു വന്നിട്ടില്ല. ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. പിന്നീടുള്ളത് ഒരു ചരിത്ര സിനിമയാണ്. അതിൽ മമ്മൂട്ടിയും ഹരിഹരനും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടെയുണ്ട്. വീണ്ടും ചരിത്ര സിനിമയിൽ മമ്മൂട്ടി എത്തുമ്പോൾ അത് ഹരിഹരനിലൂടെയാകുമ്പോൾ മലയാള സിനിമയ്ക്ക് മറ്റൊരു ക്ലാസിക് ചിത്രം ലഭിക്കും എന്നത് ഉറപ്പിക്കാം. എന്തായാലും ചിത്രത്തിന്റെ ഒഫീഷ്യലായുള്ള അനൗൺസ്മെന്റ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. കഴിഞ്ഞ 2 മാസത്തോളം അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനല്ലാത്തതും പൂർണ്ണ വിശ്രമത്തിലായതിനാലും അദ്ദേഹത്തിന്റെ ഷെഡ്യൂളുകൾ മാറി മറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒഫീഷ്യലായുള്ള മഹേഷ് നാരായണൻ ചിത്രവും നിധി സഹദേവ് ചിത്രവുമാണ് കൺഫേം ആയത്. ബാക്കിയുള്ളതിന്റെ അപ്ഡേറ്റുകൾ ഉടനെ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളിൽ എത്ര പേർ ബിലാൽ എന്ന ചിത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്നു? അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.